Dear students, today I want to discuss the displacement method. How to find the focal length of lenses more efficiently. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ എൻ സി ആർ ടി ബേസ് ചെയ്തിട്ട് ചില പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ എൻട്രൻസ് എക്സാംസ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ ഒരു മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഡെറിവേഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും അതിലെ ഓരോ ഇക്വേഷൻസും വളരെ പ്രാധാന്യമുള്ളതാണ്. സോ ആദ്യം നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ഹിയർ ജസ്റ്റ് അനലൈസിങ്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു വൺ ഓബ്ജക്റ്റ് ഈസ് ഹിയർ, ഒരു സ്ക്രീൻ, they are fixed here. An object is placed. We can assume that just in between the focus and the double F, say, നമുക്കറിയാവുന്നുള്ളൊരു കാര്യമാണ്, ഇൻവേർട്ടഡ് ആയിട്ട് എൻലാർജ്ഡ് ഇമേജ് ഡബിൾ എഫിനപ്പുറത്തായിട്ടുണ്ടാവും. സേ ദാറ്റ് ലൊക്കേഷൻ ഈസ് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് അവർ ഇമേജ് നമ്പർ 1. രണ്ടാമതൊരു സിറ്റുവേഷനുള്ളൊരു ചാൻസ്, നമ്മുടെ ഓബ്ജക്റ്റും നമ്മുടെ സ്ക്രീനും അവരുടെ പൊസിഷൻ മാറ്റാതെ നമ്മുടെ ഈ ലെൻസിൻ്റെ പൊസിഷൻ നമ്മൾ മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റി. മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ സോ വി ഹാവ് ടു അസ്യൂം, സേ ഡബിൾ എഫിനപ്പുറത്താണ് ഇപ്പോൾ ഓബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ എങ്കിൽ have the chance for another image on the same position. So I am labeling it as it. So in order to get the second image, we displace a distance of x. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് നമ്മൾ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത, ഓബ്ജക്റ്റും ഇമേജും ഫിക്സഡ് അല്ലെങ്കിൽ സ്ക്രീനും ഫിക്സഡ് ആയിട്ട് വെച്ചിട്ട് രണ്ട് പൊസിഷനുകളിൽ വി ഗെറ്റ് ഇമേജ് അറ്റ് എ സെയിം ലൊക്കേഷൻ. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് നമുക്ക് ചിന്തിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ശ്രദ്ധിച്ച് വീഡിയോ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സപ്പോർട്ട്, എന്തുകൊണ്ട് രണ്ട് ഇമേജസ് ഒരേ പൊസിഷനിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യാം. സപ്പോസ് ഇവിടെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന സെപ്പറേഷനാണ് ഇൻ ടോട്ടൽ ബിറ്റ്വീൻ ദ ഇമേജ് അല്ലെങ്കിൽ സ്ക്രീൻ ആൻഡ് ദ ഓബ്ജക്റ്റ് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ കേസിൽ സേ യു ആണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നിരിക്കട്ടെ, ഫ്രം ദ ഓപ്റ്റിക് സെൻറ്റർ ടു ദ ഓബ്ജക്റ്റ്, ആൻഡ് ദാറ്റ് ഇമേജ് ഡിസ്റ്റൻസ് ആസ് സേ വി. പക്ഷെ നമുക്കറിയാം ടോട്ടലായിട്ടുള്ള സെപ്പറേഷൻ ഡി ആയതുകൊണ്ട് വി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഡി മൈനസ് യു എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓബ്ജക്റ്റ് പൊസിഷനുകളിൽ ഒരേ പൊസിഷനിൽ ഇമേജ് കിട്ടുന്നു എന്നുള്ളതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ ലെൻസ് റിലേഷൻ നമുക്കൊന്ന് എടുക്കാം. ലെൻസ് ഇക്വേഷൻ. ലെൻസ് ഇക്വേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു -1/u പ്ലസ് 1/v ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം ഓപ്റ്റിക് സെൻറ്ററിനെ നമ്മൾ ഇൻസിഡൻറ്റ് റേ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് മെഷർമെൻറ്റ് വരുന്നത്. വി കൻ സേ യു ആസ് ഈക്വൽ ടു, ഈ ഒരു കേസിൽ അത് -u ആയിട്ട് മാറി. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേക്ക് അതേ ഡയറക്ഷനിലാണ് എടുക്കുന്നത് കൊണ്ട് വി ക്യാൻ റൈറ്റ് ദാറ്റ് വി ഈസ് ഈക്വൽ ടു ആസ് ഡി മൈനസ് യു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ബിക്കംസ് -1/-u പ്ലസ് 1/d മൈനസ് യു ഈക്വൽ ടു 1/f. സോ നമുക്കിവിടെ ഇറ്റ് ബിക്കംസ് പ്ലസ്.
അപ്പോൾ നമ്മളിതിനെ ഒന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് എഴുതാം ഡി മൈനസ് യു. ഇത് പ്ലസ് ആയിട്ട് മാറി എന്നുള്ള കാര്യം ഓർക്കുക. സോ പ്ലസ് യു ഡിവിഷൻ ബൈ സിമ്പിളായിട്ട് യു ഇൻറ്റു ഡി മൈനസ് യു ആണ് നമ്മുടെ 1/f എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും യുവും ക്യാൻസൽ ആയിട്ട് മാറി. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് df is equal to, we can write as df is equal to, yes, ഇവനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതുകയാണെങ്കിൽ du മൈനസ് ഗുഡ് u ഇൻറ്റു യു മൈനസ് യു സ്ക്വയർ. അപ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് റിലേഷൻ കിട്ടി അല്ലേ. ഇതിനെ നമ്മൾ LHSലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ യു സ്ക്വയർ മൈനസ് യു ഡി പ്ലസ് ഡി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് റിലേഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനെ പറ്റി ഒന്ന് ചിന്തിച്ച് നമുക്കറിയാം മൈനസ് ഡി ഇറ്റ് ബിക്കം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി, സി എസ് ഹിയർ ഡി എഫ്, ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ 2. അപ്പോൾ ഈ ഒരു പ്ലസ് ഓർ മൈനസ് കൺസെപ്റ്റ് വരുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഈ ഒരു റിലേഷനെ നമുക്കിങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇഫ് യു ജസ്റ്റ് ടേക്ക് വൺ ഡി ഔട്ട്സൈഡ് ദെൻ ഇറ്റ് ബിക്കംസ് ഡി മൈനസ് 4f. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട 1-2 പോയിന്റ്സ്. അതിലൊന്ന്, നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റിനെ പറ്റി ഒന്ന് ചിന്തിച്ചേ. ഈ ഡിസ്ക്രിമിനൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എക്സിസ്റ്റഡ് ആകേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ ഒരു 3 കേസസിൻ്റെ ഒരു സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ഈ ക്യാപിറ്റൽ ഡിയും 4fഉം ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഓബ്ജക്റ്റും ഇമേജും അല്ലെങ്കിൽ സ്ക്രീനും 4f ആണെങ്കിൽ ഈ ഭാഗം 0 ആയിട്ട് മാറില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് d/2 ആയിട്ട് മാറില്ലേ? ഡി എന്ന് പറയുന്നത് 4f/2 അല്ലേ? എന്ന് പറയുമ്പോൾ അത് 2f അല്ലേ? അത് ഓൾറെഡി നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഒരു ലെൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് f-ലാണ് നമ്മളൊരു ഓബ്ജക്റ്റ് വെച്ചാൽ ഉറപ്പിച്ച് നമുക്ക് കിട്ടും എവിടെയാണ് ഇമേജസ് ഉണ്ടാവുക, f-ൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം അവിടെ യുവും വിയും ഈക്വൽ ആകുന്ന കണ്ടീഷൻ. പക്ഷെ അവിടെ അപ്പോൾ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഇഫ് ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ 4f ആണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഡി ഇവിടെ ലെസ് ദാൻ 4f ആണെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരില്ലേ? അപ്പോൾ ഈ ഡിസ്ക്രിമിനന്റ് ഇമാജിനറി ആയി മാറില്ലേ? അപ്പോൾ ഇമാജിനറി കൺസെപ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടി. പിന്നെ മൂന്നാമത്തെ കേസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, വാട്ട് ഹാപ്പൻഡ് ഇഫ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദാറ്റ് ഓബ്ജക്റ്റ് ആൻഡ് ദ സ്ക്രീൻ ഈസ് ഗ്രേറ്റർ ദാൻ 4f. ഗ്രേറ്റർ ദാൻ 4f ആകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പ്ലസ് ഓർ മൈനസിന് വാല്യൂ വരുന്നു. അവിടെ 2 ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിനുള്ള പോസിബിലിറ്റി വരുന്നു. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ u1 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എന്നുള്ള കൺസെപ്റ്റിൽ ബിറ്റ്വീൻ f ആൻഡ് df ആയിട്ട് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം as 1/2 ഇൻറ്റു d മൈനസ് ഇൻറ്റു റൂട്ട് ഓഫ് d ഇൻറ്റു d മൈനസ് 4f. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് മാറുക. രണ്ടാമത്തെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി. ആ മൈനസ് എന്ന് പറയുന്നത് മാറി നമുക്ക് പ്ലസ് വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് റൂട്ട് ഓഫ് ഡി ഇൻറ്റു ഡി മൈനസ് 4f എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. 2 ഓബ്ജക്റ്റ് ഡിസ്റ്റൻസസ് ആർ പോസിബിൾ. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിനെ ഈ 2 ഡിസ്റ്റൻസസ് നമ്മൾ മാത്തമാറ്റിക്കലി ഓർത്തിരിക്കണമേ, വളരെ പ്രധാനപ്പെട്ട ഡിസ്റ്റൻസസ് ആണ്. അപ്പോൾ ഈ 2 ഡിസ്റ്റൻസസിൽ നമുക്ക് ഒരേ ഇമേജ് ഡിസ്റ്റൻസിൽ നമുക്ക് ഇമേജസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. സോ അത് നമുക്ക് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നോക്കൂ,
U1 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് കേസ്. U1 ഓബ്ജക്റ്റ് വെച്ചു, V1 എന്നെടുത്ത് നമുക്കൊരു എൻലാർജ്ഡ് ഇമേജ് നമുക്ക് കിട്ടി ഓൺ ദ സ്ക്രീൻ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ ആദ്യ പൊസിഷനിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന അകലത്തേക്ക് വെച്ചപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ഇനിഷ്യലി പറഞ്ഞ മാതിരി ഓബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഡബിൾ എഫിനപ്പുറമായിട്ട് മാറിയപ്പോൾ നമുക്കറിയാം ഫോക്കസിനും ഡബിൾ എഫിനും ഇടയ്ക്കായിട്ട് നമുക്ക് ഒരു സ്മോൾ ഇമേജ് നമുക്കുണ്ടായി ഓൺ ദ സെയിം ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ആസ് U2 ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ് ആസ് V2. അപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസസ് നമുക്ക് കിട്ടി അല്ലേ. അത് ഒന്നുകൂടെ നമ്മളൊന്ന് എഴുതിയാൽ ആസ് U1 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് 1/2 ഇൻറ്റു D മൈനസ് റൂട്ട് ഓഫ് D ഇൻറ്റു D മൈനസ് 4F. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ആൻഡ് U2 എന്ന് പറയുന്ന രണ്ടാമത്തെ കൺസെപ്റ്റ് നമുക്ക് കിട്ടി, രണ്ടാമത്തെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ദിസ് വൺ. അത് ഇച്ചിരി ലാർജ് ആണ്, അത് നമ്മൾ പർപ്പസ്ഫുള്ളി D പ്ലസ് വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തു. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് D ഇൻറ്റു D മൈനസ് 4F. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എത്തേണ്ട ചില വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇവിടെ നോക്കൂ, എന്താണ് ഈ എക്സ് എന്ന് പറയുന്നത്? ഒന്ന് സൂക്ഷ്മതയോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം, സി ഇത് മുതൽ ഇതുവരെ U2 അല്ലേ, ഇത് മുതൽ ഇതുവരെ U1 അല്ലേ, യെസ് അത് U1 അല്ലേ, ഇത് U2 അല്ലേ. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ എക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അവയുടെ പൊസിഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആദ്യം പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് U2 മൈനസ് U1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ U2വിൽ നിന്ന് ഇതങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തേ, അപ്പം അതിൽ ഈക്വൽ ആയിട്ടുള്ള ഇനിഷ്യൽ ടൈം രണ്ടും ക്യാൻസൽ ആയില്ലേ. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് കൂടെ ഉണ്ടെന്ന് ഓർക്കണേ. അപ്പോൾ ആ ഹാഫ് അപ്പുറത്തേക്ക് വരുമ്പോൾ U2വിൽ നിന്ന് U1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറില്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യണ്ടേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ടൈംസ് ഓഫ് ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് D ഇൻറ്റു D മൈനസ് 4F എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എക്സ് അറിയില്ലേ. യെസ്, വളരെ കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ ഈ 2 2 നമ്മൾ ക്യാൻസലായി കൊടുത്താൽ നമുക്ക് ഒന്ന് സ്ക്വയർ ചെയ്തേ, ആ റൂട്ട് അങ്ങ് പോയില്ലേ. അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ D² മൈനസ് 4FD എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിയോ. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. അങ്ങനെയാണെങ്കിൽ 4FD എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? D² മൈനസ് X² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മനോഹരമായ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D² മൈനസ് X² ഡിവിഷൻ ബൈ 4D എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഓബ്ജക്റ്റും നമ്മുടെ ലെൻസും തമ്മിൽ U1 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ വെച്ചപ്പോൾ സ്ക്രീനിൽ നമുക്കൊരു ഇമേജ് എൻലാർജ്ഡ് ആയിട്ട് കിട്ടി. രണ്ടാമത് അവനെ എക്സ് സെപ്പറേഷനിലേക്ക് മാറ്റിയപ്പോൾ വീണ്ടും അതേ പൊസിഷനിൽ മറ്റൊരു ഇമേജ് കിട്ടിയെങ്കിൽ ആ സെപ്പറേഷൻ എക്സ് ആണെങ്കിൽ നമ്മുടെ ഓബ്ജക്റ്റും നമ്മുടെ ഇമേജും തമ്മിലുള്ള അകലം ക്യാപിറ്റൽ D ആണെങ്കിൽ we can get the focal length the very important relation as f is equal to D² minus X² by 4D. What is D? The separation between the object and image. What is X? ദാറ്റ് ലെൻസ് രണ്ടാമത്തെ ഇമേജിന് വേണ്ടി നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് എക്സ് ആയിട്ട് എടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനിലേക്ക് മാറി. പിന്നെ അടുത്ത് നമ്മൾ ഈ ഫിഗറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റാണ്. ഇത് നമുക്കറിയാം, ഇറ്റ് ഈസ് U2 ആണ്, ഇത് V2 ആണ്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയ ആ ഫിഗറിലേക്ക്. ഈ U2 എന്ന് പറയുന്ന കൺസെപ്റ്റും ഈ V1 എന്ന് പറയുന്ന ഡിസ്റ്റൻസും സെയിം അല്ലേ? അതേപടി V2 എന്ന് പറയുന്നതും U1 എന്ന് പറയുന്നതും സെയിം അല്ലേ? ബട്ട് വി ഹാവ് ടു പ്രൂവ് ഇറ്റ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് വി ക്യാൻ യൂസ് ദ കൺസെപ്റ്റ് ആസ് V1. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം, ആദ്യത്തെ കേസിൽ D എന്ന് പറയുന്നത് U1 പ്ലസ് V1 ആയിട്ട് നമുക്ക് എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് V1 എന്ന് കണ്ടുപിടിക്കാം. അത് D മൈനസ് U1 അല്ലേ? ഗുഡ്. നമുക്ക് കൃത്യതയോടെ U1ൻ്റെ വാല്യൂ അറിയാമല്ലോ. യെസ്, അവിടെ നമ്മൾ U1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു as a half into D minus root of
ഡി ഇൻറ്റു ഡി മൈനസ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളത് അപ്പടി എഴുതി. ഇതിൽ ഈ ഡി കൊണ്ട് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തേ. ഡി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡി മൈനസ് ഡി ബൈ ടു അതെന്തായിട്ട് മാറി? ഡി ബൈ ടു ആയി. ഈ മൈനസ് മൈനസ് എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ബൈ ടുവിൽ നിന്ന് ആ ഹാഫ് നമ്മൾ ഓപ്പണായിട്ട് പുറത്തേക്ക് എടുത്താൽ ആ ഫോർമുല ഹാഫ് ഇൻറ്റു ഡി പ്ലസ് റൂട്ട് ഓഫ് ഡി ഇൻറ്റു ഡി മൈനസ് 4f എന്നായില്ലേ? ആ വാല്യൂ നമ്മൾ കണ്ടിട്ടുണ്ടോ? യെസ് യെസ്, ദാറ്റ് ഈസ് ദ പോയിന്റ്. അതെന്താണ്? നമ്മുടെ U2 ആണ്. സിമിലർ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സപ്പോസ് V2 കണ്ടുപിടിക്കണമെന്ന് ഓർക്കട്ടെ. വീണ്ടും നമുക്കറിയാം ഡി എന്ന് പറയുന്നത് U2 പ്ലസ് V2 അല്ലേ? ഗുഡ്. അതിലും നമ്മൾ V2 എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അത് ഡി മൈനസ് U2 അല്ലേ? നമുക്ക് U2വിൻ്റെ ഇക്വേഷൻ നമ്മുടെ മനസ്സിലില്ലേ? അത് ഹാഫ് ഇൻറ്റു ക്യാപിറ്റൽ ഡി പ്ലസ് റൂട്ട് ഓഫ് ഡി ഇൻറ്റു ഡി മൈനസ് 4f അല്ലേ? അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്തെടുത്തേ നമുക്ക് എന്ത് വാല്യൂ കിട്ടി? സോ ഡി മൈനസ് ഡി ബൈ ടു വരുമ്പോൾ നമുക്കറിയാം ഡി ബൈ ടു വരും, അവിടെ ഒരു മൈനസ് സൈൻ വരും എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ഗുഡ് ഡി മൈനസ് റൂട്ട് ഓഫ് ഡി ഇൻറ്റു ഡി മൈനസ് 4f, വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു U1. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വളരെ കൃത്യതയോടെ ഒന്ന് അനലൈസ് ചെയ്തേ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓബ്ജക്റ്റ് ആൻഡ് ഇമേജ് ഡിസ്റ്റൻസസ് ആർ ഇന്റർചേഞ്ചബിൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇന്റർചേഞ്ചബിൾ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് V1 എന്ന് പറയുന്നത് U2 ആണ്. അതേപോലെ നമുക്ക് പറയാം V2 എന്ന് പറയുന്നത് U1 ആണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പോൾ ഇത് എക്സാമിന് പലപ്പോഴും ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത കേസിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത് നമ്മൾ പറയേണ്ടത്, നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ഈ വരുന്ന U2, V1 എന്നിവയുടെ ഒക്കെ ടേം നമുക്ക് ഡിയുടെയും എക്സിൻ്റെയും രൂപത്തിലൊന്ന് എഴുതാനുള്ള ശ്രമമാണ്. നമുക്കറിയാമെന്നുള്ള ഒരു റിലേഷൻ എക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം U2 മൈനസ് U1 എന്ന് നമുക്ക് കൊടുത്തു. ഓക്കെ ഫൈൻ. പക്ഷെ നമുക്കറിയാമെന്നുള്ള റിലേഷനാണ് ഡി എന്ന് പറയുന്നത് V1 പ്ലസ് U1 എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നേ. നമ്മുടെ ആദ്യത്തെ കേസിൽ V1 പ്ലസ് U1 എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറി. ഓക്കെ, പക്ഷേ നമുക്കറിയാമെന്നുള്ള കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു? U2 ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ V2 എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം V2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അത് U1ന് സമമാണ്. ഇൻ്റർചേഞ്ചബിൾ ആണ് ഓബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസസ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഡി എന്ന് പറയുന്നത് നമുക്ക് V2 പ്ലസ് U2 എന്ന് നമുക്ക് എഴുതാം സിമ്പിളായിട്ട്. ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ കേസിൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇവിടെ U2 ഉണ്ട്. എന്താണ് V2? V2 എന്ന് പറയുന്നത് നമുക്കറിയാം U1 ആണ് എന്ന് നമുക്കറിയാം. യെസ്. പക്ഷെ നമ്മുടെ ആദ്യത്തെ റിലേഷനിലേക്ക് ഒന്ന് പോയേ. ആ U1ന് പകരമായിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സോ U2 പ്ലസ് U1ന് പകരമായിട്ട് നമുക്ക് U2 മൈനസ് എക്സ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് 2U2 മൈനസ് എക്സ് എന്നൊരു വാല്യൂവിലേക്ക് വന്നോ? അതല്ലേ നമ്മുടെ ക്യാപിറ്റൽ ഡി ആയിട്ട് മാറിയത്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ മൈനസ് എക്സ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡി പ്ലസ് എക്സ് ബൈ 2 ആയിട്ട് ആര് മാറി? U2 എന്നൊരു കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട റിലേഷനാണ്. ഇതേ സിമിലറായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് V1 U1 അതിലേക്ക് നമുക്ക് വരാം. D ഈക്വൽ ടു V1 പ്ലസ് U1. ആ ഒരു കൺസെപ്റ്റിൽ നമുക്കറിയാം വീണ്ടും V1 എന്ന് പറയുന്നത് U2 ആണ്. U2 പ്ലസ് U1 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ U2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തെ റിലേഷനിൽ നിന്ന്. അവിടെ നമുക്ക് കിട്ടും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു യെസ് U1 പ്ലസ് എക്സ് ആണ് നമ്മുടെ U2 ആയിട്ട് നമുക്ക് കിട്ടുക.
അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ അവിടെ മാറി, ഇറ്റ് ബിക്കംസ് 2u1 പ്ലസ് എക്സ് എന്ന് നമുക്ക് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ അപ്പുറത്തേക്ക് എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? d മൈനസ് എക്സ് ബൈ 2 ആണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട u1 എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ രണ്ട് റിലേഷനും ബേസ് ചെയ്ത് ഒത്തിരി കൺസെപ്റ്റ്സിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം ദയവേത് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില ആസ്പെക്ട്സുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത്. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് കേസസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സി, നമ്മുടെ ഫോക്കൽ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ u1 u2 നമ്മൾ റിലേഷൻ നമ്മൾ ഉണ്ടാക്കി ഇൻ ടേംസ് ഓഫ് d ആൻഡ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിലെ മാഗ്നിഫിക്കേഷൻ m1ന് നമുക്ക് എങ്ങനെ റിലേഷൻ ഉണ്ടാക്കാം? m1 എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ്, ഇമേജ് ഹൈറ്റ് ഡിവിഷൻ ബൈ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് പറയുന്നത്? യെസ്. പക്ഷെ അവിടുത്തെ സിമ്പിൾ റിലേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു v1 ബൈ v1 ഡിവിഷൻ ബൈ u1 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്താണ് v1? അപ്പോൾ അവിടെ v1 എന്ന് പറയുന്നത് u2 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ റിലേഷൻ u2ൻ്റെ റിലേഷൻ നമുക്ക് എടുക്കാം. അത് d പ്ലസ് എക്സ് ബൈ 2 അല്ലേ. യെസ്. അതേപോലെ u1 എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. u1 ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഈസ് d മൈനസ് എക്സ് ഡിവിഷൻ ബൈ 2 ആണ്. സോ നമുക്ക് m1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, d പ്ലസ് എക്സ് ബൈ d മൈനസ് എക്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്, ഓർത്തിരിക്കണേ. അതേപോലെ രണ്ടാമത്തെ ഇമേജ് ഉണ്ടാവുന്ന കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. m2 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? അവിടെ നമ്മൾ സെക്കൻഡ് ഇമേജിൻ്റെ ഹൈറ്റ് ഡിവിഷൻ ബൈ വീണ്ടും ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ v2 ബൈ u2 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ v2 എന്ന് പറയുന്നത് നമ്മുടെ u1ന് തുല്യമാണ് അല്ലേ. സോ അവിടെ നമുക്ക് d മൈനസ് എക്സ് ബൈ 2 എന്ന് നമുക്ക് കിട്ടി. u2 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം, അത് d പ്ലസ് എക്സ് ബൈ 2 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് m2ൻ്റെ റിലേഷൻ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കിട്ടി, d മൈനസ് എക്സ് ബൈ d പ്ലസ് എക്സ്. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നീറ്റ് JEE പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയേ, m1 ഇൻറ്റു m2. m1ൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയേ? ഗുഡ്, d പ്ലസ് എക്സ് ബൈ d മൈനസ് എക്സ്. എന്താണ് m2? d മൈനസ് എക്സ് ബൈ d പ്ലസ് എക്സ്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഇത് രണ്ടും ക്യാൻസലായി പോയില്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞൂടെ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു 1. പക്ഷെ ഫസ്റ്റ് കേസിൽ നമുക്ക് അവൻ്റെ ഇമേജ് ഹൈറ്റ് ഡിവിഷൻ ബൈ ഓബ്ജക്റ്റ് ഹൈറ്റ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ സെക്കൻഡ് കേസിലെ i2 ഡിവിഷൻ ബൈ o ആയിട്ടല്ലേ നമുക്ക് എഴുതാൻ പറ്റൂ. എന്ന് പറയുമ്പോൾ i1 ഇൻറ്റു i2 എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഹൈറ്റിൻ്റെ സ്ക്വയർ ആയിട്ട് മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി അല്ലേ? ഇറ്റ് ഈസ് റൂട്ട് i1 i2. വളരെ പ്രധാനപ്പെട്ട കേസാണ്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കേസാണ്. അപ്പോൾ ഇവിടെ എന്താ മീനിങ് വരുന്നത്? i1 എന്ന് പറയുന്നത് ആദ്യ കേസിൽ വരുന്ന ഇമേജിൻ്റെ ഹൈറ്റ്, i2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ വരുന്ന ഇമേജിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ഓബ്ജക്റ്റിൻ്റെ, യഥാർത്ഥ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റൂട്ട് i1 i2 ആയിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് അത് ഓർത്തിരിക്കുക. അതോടൊപ്പം എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില കൺസെപ്റ്റ്സുകളെ നമുക്കൊന്ന് റിവീൽ ചെയ്യാം. അതിൽ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, അത് ചോയ്സ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യനിലെ ചോയ്സ് ആയിട്ട് വന്ന കേസാണ്. എന്താണ് m1 ബൈ m2? സിമ്പിളായിട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് i1 ബൈ i2. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഫോർമുല, ഇറ്റ് ഈസ് d പ്ലസ് എക്സ് ബൈ d മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ് m1 മൈനസ് m2? വീണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് d പ്ലസ് എക്സ് ബൈ d മൈനസ് എക്സ് മൈനസ് d മൈനസ് എക്സ് ബൈ d പ്ലസ് എക്സ്. വളരെ പ്രധാനപ്പെട്ട കേസ്. ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു കൺസെപ്റ്റാണ് 4dx ഡിവിഷൻ ബൈ d സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിലൊന്ന് നമുക്ക് ഈ 4d ബൈ d സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്തെന്ന് നമുക്കറിയാം. സിമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, m1 മൈനസ് m2 എന്ന് പറയുന്നത് x ബൈ f. അവിടെ x എന്താണ്, f എന്താണ്, m1 മൈനസ് m2 എന്താണെന്ന് നമുക്കറിയാം.
അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എഫ് മറ്റൊരർത്ഥത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം, എക്സ് ബൈ M1 - M2. ഇതൊക്കെ നമ്മുടെ ഓൾ ഇന്ത്യക്കും ജെഇക്കും ഒക്കെ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചില ആസ്പെക്ട്സുകളാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ആ ഫിഗർ തന്നെ ഓർക്കണേ. നമ്മൾ ആദ്യം ഓബ്ജക്റ്റ് ഇവിടെ വെച്ചു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ദ സ്ക്രീൻ ഇവിടെ വെച്ചു, അവ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആയിട്ട് എടുത്തു. ആദ്യം ഒരു പൊസിഷനിൽ നമ്മൾ വെച്ചു, അപ്പോഴത്തേക്കും അവിടെ ഒരു ഇമേജ് ഉണ്ടായി, ഇച്ചിരി ലാർജറാണ്, 1 എന്ന് കൊടുത്തു. അവിടെ ഇത് U1 എന്നുള്ള സെപ്പറേഷനിൽ വന്നു, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V1 ആയിട്ട് വന്നു. രണ്ടാമത് ഇവനെ എക്സ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തു, അപ്പോഴത്തേക്കും നമ്മുടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് U2 ആയിട്ട് മാറി, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V2 ആയി മാറി. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്മോൾ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത ചില കൺസെപ്റ്റ്സുകൾ ഓർക്കുക. എന്താണ് U1 U2? U1 എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ഇൻറ്റു എസ് ഡി മൈനസ് റോഡ് ഓഫ് ഡി ഇൻറ്റു ഡി മൈനസ് 4F. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. അതേപോലെ U2 നമുക്ക് എന്ത് പറയാം, ഹാഫ് ഇൻറ്റു ഗുഡ് ഡി പ്ലസ് റോഡ് ഓഫ് ഡി ഇൻറ്റു ഡി മൈനസ് 4F. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോക്കൽ ലെന്ത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ആ ഫോക്കൽ ലെന്തിൻ്റെ റിലേഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ, F is equal to d square minus x square by 4d. പിന്നെ നമ്മൾ പറഞ്ഞത് ഓബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസസ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ചബിൾ ആണ്. സോ V1 equal to U2, V2 is equal to U1 എന്നുള്ള ആസ്പെക്റ്റ് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് M1 into M2 എന്നാണ്. അതിൻ്റെ വാല്യൂ 1 ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇമേജ് ഹൈറ്റിൻ്റെ √I1 into I2 എന്നുള്ള കാര്യം ഓർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും പ്രാധാന്യമായിട്ട് പറയേണ്ട കാര്യം M1 - M2ൻ്റെ ഫോർമുലയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എഫ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മെമ്മറിയിൽ വെക്കുക. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. നമുക്ക് ഇതിന് ഒരു പെർഫെക്റ്റ് എൻഡിങ്ങിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്സാമിന് ചോദിച്ച ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതിയാവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In displacement method, the distance between the object and the screen is 70 centimeter. Objectum screenum തമ്മിലുള്ള അകലം is given as 70 centimeter. And the focal length of the lens is given as 16 centimeter. Find the separation of the magnified and diminished image positions of the lens. അപ്പോൾ ലെൻസിൻ്റെ പൊസിഷൻ തമ്മിലുള്ള സെപ്പറേഷൻ ഇതാണ് ചോദ്യം. എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫോർമുല നമ്മൾ പറഞ്ഞത് ഓർക്കണം. ഫോക്കൽ ലെന്തിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. d square minus x square division by 4d എന്നാണ് നമ്മൾ പഠിച്ചത്. കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം, 4d എഫ് എന്ന് പറയുന്നത് d square minus x square ആണ്. സോ എക്സ് സ്ക്വയറിന് നമുക്ക് വാല്യൂ എഴുതാം, d square minus 4df ആയിട്ട് നമുക്ക് മാറ്റാം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് റൂട്ട് ഓഫ് d square minus 4df നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു ക്യാപിറ്റൽ D as 70 square minus 4 into S 70 into the focal length as 16. Solving, we get the answer as root of 420. You get the answer 20.5 centimeter. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചില വർഷം അത് നമ്മുടെ ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ ഏത്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇറ്റ് ബിക്കംസ് സോ ഈസി ഇഫ് യു നോ ദ മെത്തേഡ്. അടുത്ത് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 90 centimeter ഫ്രം ആൻ ഓബ്ജെക്റ്റ്. യെസ്, അവിടെ നമുക്ക് വീണ്ടും ക്യാപിറ്റൽ ഡിയുടെ ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 90 centimeter. The image of the object on the screen is formed by a convex lens at 2 different locations separated by as 20 centimeter. Determine the focal length of the lens. ഇവിടെ NCERT എക്സസൈസ് ആണ്, പരീക്ഷ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ബോർഡ് പരീക്ഷയ്ക്ക്. സോ നമുക്ക് ഫോക്കൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്കറിയാം സിമ്പിളായിട്ട് d square minus x square division by 4 into d ആണ് നമുക്കറിയാം. തന്നിട്ടുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. 90 square minus
20 square division by S 4 into 90. So നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 1700 by 360. That is equal to 21.4 centimeter. But ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിൽ വരാം. അത് ഓർക്കുക, NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് മാർക്ക് ക്വസ്റ്റ്യൻ, നമ്മുടെ എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. A convex lens makes a real image 4 centimeter long on a screen. When the lens is shifted to a new position without disturbing the object or the screen, we again get a real image on the screen which is 16 centimeter long. Find the length of the object. നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ച കൺസെപ്റ്റാണ്, മറന്നു പോകരുതേ. ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് √I1/I2. സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം എഴുതി. I1 എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്, I2 എന്ന് പറയുന്നത് 16 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ രണ്ടും വ്യത്യാസമുണ്ട്. വാട്ട് ഓർ മേ ബി ദ കേസ്. For √4 into, okay, it becomes so easy. So equal to 2 into 4. So you get the answer as 8 centimeter. Oh, it is a very, very important ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സോ ഓർത്തിരിക്കുക. ഈ റയോപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇച്ചിരി ബ്രെയിൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെയ്റ്റഡ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അത് വൺസ് അഗെയിൻ അതിലെ ഫോർമുലകളെല്ലാം നിങ്ങൾ നന്നായിട്ട് കളക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. താങ്ക് യു. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.